ഹലോ, വെൽക്കം ടു സ്പൈസ്ജെനിക്സ്. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബ്ലൂബെറി മഫിൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ മഫിൻസിന്, നല്ല ഫ്ലേവറുമാണ് ഇതിന്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. മഫിൻസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വീറ്റ് ഫ്ലോർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അരിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരം ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഫിൻസ് ആണ് കേട്ടോ. ഒരു ബൗളിൽ നമുക്ക് കൈവച്ച് തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 2 മുട്ടകൾ എടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മെൽറ്റഡ് ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഡർലെസ് ഓയിൽ ആയാലും മതി കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബട്ടറും പാലും മുട്ടയും കൂടെയുള്ള മിക്സ് ഇല്ലേ, അതിൻ്റെ ഒരു പകുതി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഫ്ലോർ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഒരു സ്പാറ്റില വെച്ചിട്ട് നമുക്ക് ആ സൈഡിൽ പറ്റിയിരിക്കുന്നതൊക്കെ ഒന്ന് ഇളക്കി നടുവിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ മഫിൻസിന്. ഇത് ആ വൈറ്റ് പോർഷൻ ഇല്ലാതെ ജസ്റ്റ് ആ ഓറഞ്ച് പോർഷൻ മാത്രമാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1.5 തൊട്ട് 2 കപ്പ് വരെ ബ്ലൂബെറീസ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ബ്ലൂബെറി അല്ലെങ്കിൽ ഫ്രോസൺ ബ്ലൂബെറി ആയാലും മതി കേട്ടോ. ഏതാണ് അവൈലബിൾ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറീസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ബ്ലൂബെറീസും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു സ്പാറ്റില വെച്ചിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇപ്പം ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ ഫ്രഷ് അല്ലെങ്കിൽ ഫ്രോസൺ ബ്ലൂബെറീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിതെല്ലാം വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഈ ബാറ്റർ നമുക്ക് ഒരു കപ്പ് കേക്ക് ലൈനറിലേക്ക് അല്ലെങ്കിൽ ഒരു മഫിൻ ലൈനറിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ള് അങ്ങ് നിറയെ ഒഴിച്ചു കൊടുക്കരുത്, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് പഞ്ചസാര ഇതിൻ്റെ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഇതിന് പകരം ബ്രൗൺ ഷുഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 to 25 മിനിറ്റ്സ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇത് ഒരു 20 മിനിറ്റ്സ് ആയപ്പോൾ എൻ്റെ മഫിൻസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബേക്കായി കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് കണ്ടില്ലേ, ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരും കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരണം. ഇനി ഇതിൽ തന്നെ നമുക്കൊരു 5 മിനിറ്റ്സ് തണുക്കാൻ വെച്ചിട്ട് പിന്നെ ഒരു വയർ റാക്കിലേക്ക് മാറ്റി നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഈ ഒരളവിൽ നിന്ന് എനിക്കൊരു 12 മഫിൻസ് ആണ് കിട്ടിയത്. ഇപ്പം മഫിൻസ് എല്ലാം നന്നായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് ഈ മഫിൻസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.